2025 MBBS ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനായി അഖിലേന്ത്യാ തലത്തിൽ നടത്തപ്പെടുന്ന കൗൺസിലിംഗ് മറ്റന്നാൾ ജൂലൈ 21 മുതൽ ആരംഭിക്കുകയാണ്. അതിൽ ആദ്യ റൗണ്ട് കൗൺസിലിംഗ് ജൂലൈ 21 മുതൽ ജൂലൈ 30 വരെ. ജൂലൈ 30 അതാത് സംസ്ഥാനങ്ങളിലെ, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കൗൺസിലിംഗ് പ്രോസസ്സുകൾ, MBBS BDS ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രോസസ്സുകൾ ആരംഭിക്കുക. ഇന്നത്തെ ഈ വീഡിയോ വഴി കൗൺസിലിംഗ് പ്രോസസ്സ് ഓൾ ഇന്ത്യ തലത്തിലും സംസ്ഥാന തലത്തിലും എപ്രകാരം എങ്ങനെയൊക്കെ എന്നുള്ളത് ആണ് ഈ വീഡിയോ വഴി ഡിസ്കസ് ചെയ്യുക. അതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കൗൺസിലിംഗ് പ്രോസസ്സ് 3 തലത്തിലുള്ളത് ഉണ്ട് എന്നുള്ളത്. അതിൽ ആദ്യത്തേത് MCC, ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് MCC നടത്തുന്ന കൗൺസിലിംഗ്. MCC കൗൺസിലിംഗ് വഴി ഓൾ ഇന്ത്യ തലത്തിലുള്ള 15% MBBS അതോടൊപ്പം തന്നെ BDS സീറ്റുകളിലേക്ക് ചില സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗിലേക്കുള്ള അഡ്മിഷനാണ്. ഇത് കൂടാതെ രണ്ടാമത്തെ കൗൺസിലിംഗ് ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി പോലെയുള്ള കോഴ്സുകളിലേക്ക് നടത്തുന്ന കൗൺസിലിംഗ് ആണ് ആയുഷ്. മൂന്നാമത്തേത് വെറ്ററിനറി കോഴ്സിലേക്ക് നടത്തുന്ന വെറ്ററിനറി കൗൺസിലിംഗ്. അതിൽ MCCയുടെ കൗൺസിലിംഗ് പ്രോസസ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഇതാ ഈ വെബ്സൈറ്റ് വഴി. അപ്പോൾ ഇതിൽ നിലവിൽ ഈ പറഞ്ഞ MCCയുടെ കൗൺസിലിംഗ് ഷെഡ്യൂളും അതോടൊപ്പം തന്നെ ഈ MCC കൗൺസിലിംഗും സ്റ്റേറ്റ് കൗൺസിലിംഗും ആ ഷെഡ്യൂൾ തമ്മിലുള്ള കമ്പാരിസൺ മറ്റു കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും ആയുഷ് കൗൺസിലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഇതാ ഈ വെബ്സൈറ്റ് വഴി നമുക്ക് വെബ്സൈറ്റിൽ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ അത് നോട്ട് ചെയ്യുമല്ലോ. അതോടൊപ്പം തന്നെ വെറ്റിനറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതാ ഈ സൈറ്റ് വഴി നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇന്നത്തെ വീഡിയോ വഴി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക MCC കൗൺസിലിംഗ്. അതിൽ ആദ്യം ഏതൊക്കെ സീറ്റുകളിലേക്ക്, ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് MCC കൗൺസിലിംഗ് നടത്തുന്നത് എന്നുള്ളത്. അതിലാദ്യം പറഞ്ഞിരുന്നത് പോലെ 15% ഓൾ ഇന്ത്യ കോട്ട, AIQ ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റ്. അത് നമ്മുടെ കേരളം ഉൾപ്പെടെ കേരളത്തിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഓരോരോ കോളേജുകളിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. സപ്പോസ് നമ്മുടെ കേരളത്തിൽ ഒരു കോളേജിൽ 100 സീറ്റുകൾ MBBS ഉണ്ടെങ്കിൽ അതിൽ 15 സീറ്റ് ഈ ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന സീറ്റായിരിക്കും. അപ്പോൾ അതിലേക്കുള്ള കൗൺസിലിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ജൂലൈ 21 മുതൽ. അപ്പോൾ കേരളീയരായ നമുക്കും ഈ കേരളത്തിൽ ഈ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ലഭ്യമാകുമോ ഇല്ലയോ, അത് ഇന്ത്യയിൽ ഉള്ള ആർക്ക് വേണമെങ്കിലും അത് നമുക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ഇന്ത്യയിൽ ഉള്ള എല്ലാ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റിലേക്ക് സ്റ്റേറ്റ് അങ്ങനെ വ്യത്യാസമൊന്നും കൂടാതെ എല്ലാ സംസ്ഥാനക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ളത് എയിംസിലേക്കുള്ള ഏകദേശം 20 എയിംസുകളിലായിട്ട് 2600ഓളം സീറ്റുകളിലേക്കുള്ള MBBS സീറ്റുകളിലേക്കുള്ള കൗൺസിലിംഗ് പ്രോസസ്സ് ഇതിനുള്ളിൽ തന്നെയാണ് നടക്കുക. ദെൻ ജിമ്മറിലേക്ക് 2 ജിമ്മർ, പോണ്ടിച്ചേരി അതോടൊപ്പം തന്നെ കാരിക്കൽ, ആ 2 സ്ഥാപനങ്ങളിലേക്ക് ഉള്ള കൗൺസിലിംഗ് ഈ MCC വഴി. പിന്നീട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഏതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, എത്രമാത്രം സീറ്റുകൾ, എത്രയാണ് അവിടുത്തെ ഫീസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് BH ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, AME അലിഗ്രാം മുസ്ലിം യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഡീംഡ് യൂണിവേഴ്സിറ്റി, നമ്മുടെ അമൃത, കേരളത്തിലെ അമൃത മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ആ കൗൺസിലിംഗ് പ്രോസസ്സും ഈ കൂട്ടത്തിൽ തന്നെയാണ്. ഇത് കൂടാതെ നമ്മുടെ AFMCയിലേക്കുള്ള അഡ്മിഷൻ, MBBS കോഴ്സിലേക്കുള്ള അഡ്മിഷൻ അത് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെയാണ്. പക്ഷെ നടപടിക്രമങ്ങളെല്ലാം AFMC ആയിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻ്റർവ്യൂ മറ്റു പ്രോസസ്സുകളെല്ലാം ആ തലത്തിൽ നടക്കുന്നതാണ്. ദെൻ ESI കോട്ട, IP ഇൻഷുർഡ് പേഴ്സൺസ്, ആ തലത്തിൽ ഉള്ള കൗൺസിലിംഗ് നമ്മൾ കേരളത്തിലാണെങ്കിൽ കൊല്ലത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ESI കോട്ട സീറ്റിലേക്കുള്ള ആ അഡ്മിഷൻ, MBBSനുള്ള അഡ്മിഷനും MCC വഴിയാണ് നടത്തുക. പിന്നെയുള്ളത് ആദ്യം സൂചിപ്പിച്ച ഏതാനും ചില കോളേജുകളിലെ BSc നഴ്സിങ്ങിനുള്ള അഡ്മിഷനായിട്ടുള്ള പ്രോസസ്സും അതും ഈ ഒരു MCC കൗൺസിലിംഗ് വഴിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തിരിച്ചറിയുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MCCയുടെ NEET UG കൗൺസിലിംഗ് പങ്കെടുക്കാൻ പ്രത്യേക അപേക്ഷയൊന്നും നൽകേണ്ടതില്ല.
ആപ്ലിക്കേഷൻ വേറെ ഒന്നും വേണ്ട. എന്നാൽ MCC വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഈ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള രജിസ്ട്രേഷൻ അത് നടത്തി കാറ്റഗറിക്ക് അനുസരിച്ച് തിരികെ ലഭിക്കാത്ത രജിസ്ട്രേഷൻ ഫീസ്, അപ്പം എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ജനറൽ കാറ്റഗറിയുടെ ഫീസ് ആയിരിക്കുകയല്ല SC ST EW ഇങ്ങനെയുള്ള സെപ്പറേറ്റ് കാറ്റഗറിക്കാർക്കുള്ള ഫീസുകൾ, അത് തിരികെ കിട്ടത്തില്ല രജിസ്ട്രേഷൻ. എന്നാൽ സെക്യൂരിറ്റി എമൗണ്ട് ഉണ്ട്, അത് ജനറൽ കാറ്റഗറിക്ക് SC STക്കാർക്കും ഒക്കെ സെപ്പറേറ്റ് ആണ് സെക്യൂരിറ്റി എമൗണ്ട്. ആ എമൗണ്ട് തിരികെ ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ഈ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഒന്നുമില്ല. MCC കൗൺസിലിങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള രജിസ്ട്രേഷൻ MCCയുടെ വെബ്സൈറ്റ് വഴി നടത്തുക. അതിനൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, അത് അടയ്ക്കുക, അത് തിരികെ ലഭിക്കുന്നതല്ല. എന്നാൽ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് തിരികെ ലഭിക്കുന്നതാണ് എന്നുള്ള തലത്തിലാണ് അവിടെ പറഞ്ഞിരുന്ന കാര്യം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൗൺസിലിംഗ് ഷെഡ്യൂൾ. അത് ഓൾറെഡി എല്ലാവരും കണ്ടു എന്ന് കരുതുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും ഒരിക്കൽ കൂടി, ഓൾ ഇന്ത്യ കോട്ട ഡീംഡ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അപ്പോൾ അവിടേക്കുള്ള കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21 ജൂലൈ 13 ജൂലൈ വരെയാണ്. ഇനി വെരിഫിക്കേഷൻ അതോടൊപ്പം തന്നെ ആദ്യ റൗണ്ട് കൗൺസിലിംഗ് കഴിയുമ്പോൾ അവരവർക്ക് കിട്ടിയ ആ കോളേജിലേക്ക് അത് താല്പര്യമുണ്ട്, അവിടെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ജോയിനിങ്ങും മറ്റു പ്രോസസ്സ് കാര്യങ്ങൾ നടക്കുന്നത് 7th ഓഗസ്റ്റ് ടു 8th ഓഗസ്റ്റ് വരെയാണ്, അതിൻ്റെ വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങൾ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ 30-ാം തീയതി തന്നെ നമ്മളുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഇപ്പം മാർക്ക് അപ്ലോഡിങ് മറ്റു കാര്യങ്ങൾ നടക്കുകയല്ല, നീറ്റിൻ്റെ സ്കോർ സബ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, റിലീസ് ചെയ്യും. അപ്പോൾ കേരളത്തിൽ നമ്മളുടെ പൊസിഷൻസ് എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. അതിൻ്റെ തൊട്ടു പുറകെയായിട്ട് കാറ്റഗറി ബേസ് ചെയ്തുള്ള റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യപ്പെടും. ഇതെല്ലാം ജൂലൈ 30-ാം തീയതിക്ക് മുൻപേ തന്നെ ഉണ്ടാവും. അപ്പോൾ ജൂലൈ 30-ാം തീയതി നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് ആരംഭിക്കും. ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം ചിലപ്പോൾ ഡേറ്റുകളിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ആദ്യ റൗണ്ടിൽ ഈ ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 6th ഓഗസ്റ്റ്. അത് സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴി ആണ് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 12th ഓഗസ്റ്റ്. ഇനി സെക്കൻഡ് റൗണ്ട് കൗൺസിലിംഗ് അതുപോലെ അതിൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് മറ്റും കാര്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് പ്രകാരം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ റൗണ്ട് 3 ഉണ്ട്. പിന്നെ ലാസ്റ്റ് റൗണ്ട് 4 എന്ന് പറയുന്നത് സ്ട്രേ വേക്കൻസിയാണ്. ഈ റൗണ്ട് 3 അറിയപ്പെടുന്ന മോപ്പപ്പ് റൗണ്ട് എന്നാണ്. നേരത്തെ അങ്ങനെയായിരുന്നു മോപ്പപ്പ് റൗണ്ട്, അതാണ് റൗണ്ട് 3. റൗണ്ട് 4 എന്ന് പറയുന്നത് സ്ട്രേ വേക്കൻസി. ഒക്കെ 4 റൗണ്ടുകളിലായിട്ടാണ് ഈ പ്രോസസ്സുകളെല്ലാം നടക്കുന്നത്. ഓൾ ഇന്ത്യ MCCയുടെ കൗൺസിലിംഗ് 4 റൗണ്ടുണ്ട്, സ്റ്റേറ്റ് കൗൺസിലിംഗും 4 റൗണ്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി. ഇനി MCCയുടെ ആ ഒരു കൗൺസിലിങ്ങിൻ്റെ ടെനേറ്റീവ് ഷെഡ്യൂൾ മറ്റു കാര്യങ്ങൾ MCC ആയിട്ട് ഓൾ ഇന്ത്യയുടെ മാത്രമായിട്ടുള്ളതാണ്. ഈ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി റിലീസ് ചെയ്ത ഈ ഒരു ഷെഡ്യൂൾ നേരത്തെ കണ്ട ഷെഡ്യൂളിലെ ഡേറ്റ് ഒക്കെ തന്നെയാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം, ഇൻക്ലൂഡിങ് ടൈമിംഗ് ഉൾപ്പെടെ. ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മുൻ വർഷങ്ങളിലെ ചില കാൻഡിഡേറ്റ്സ് അതോടൊപ്പം തന്നെ മാതാപിതാക്കളും മനസ്സിലാക്കാതെ പോയ കാര്യം എന്ന് പറയുന്നത്, ഈ നീറ്റ് എൻട്രൻസ് പരീക്ഷ എഴുതി പിന്നെ പ്രോസസ്സുകളെല്ലാം ഈ MCCയുടെ കൗൺസിലിംഗ് രജിസ്റ്റർ ചെയ്തു, MBBSന് അഡ്മിഷൻ, എന്നിട്ട് വെയിറ്റ് ചെയ്യുക കേരളത്തിൽ അഡ്മിഷന് വേണ്ടി. കേരളത്തിൽ MBBSന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. MBBS BDS കേരള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനം നീറ്റ് ഫലം ഓൺലൈനായിട്ട് സമർപ്പിക്കണം. അതിനുള്ള അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രത്യേകം പലപ്പോഴും പല ആൾക്കാരും ഇത് തിരിച്ചറിയാൻ വേണ്ടത്ര അതിന് ശ്രദ്ധ കൊടുക്കാതെ പോകുമ്പോൾ പിന്നീട് അതിനൊക്കെ ഉള്ള അവസരം, രജിസ്ട്രേഷനുള്ള അവസരമില്ല. പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുകയും NTA നടത്തിയ, അത് ഓൾറെഡി നമ്മൾ കീം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, NTA നടത്തിയ നീറ്റ് UG പരീക്ഷയിൽ നിശ്ചിത യോഗ്യത നേടുകയും എന്ന് പറഞ്ഞാൽ 50% മേളിൽ സ്കോർ ഉണ്ടോ, ഈ വർഷത്തെ കട്ട് ഓഫ് സ്കോറിന് മേളിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ നീറ്റ് ഫലം പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് സമർപ്പിക്കുന്നതിന് ആ ഡേറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക.
ആ ഡേറ്റും ജൂലൈ 21 തീയതിയാണ്, മറ്റന്നാൾ. അപ്പോൾ മറ്റന്നാൾ ഇതുവരെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് എത്രയും വേഗം ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുമല്ലോ. ആ കൂട്ടത്തിൽ തന്നെ ആ നോട്ടിഫിക്കേഷനിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ നിശ്ചിത സമയത്തിനകം നീറ്റ് പരീക്ഷാ ഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കേരളത്തിൽ ഓൺലൈനായി സമർപ്പിക്കാത്ത അപേക്ഷകരെ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തുന്നതല്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മുൻവർഷങ്ങളിൽ ചില ആൾക്കാർ ഇത് തിരിച്ചറിയാതെ പോയത് കൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വന്നു. അപ്പോൾ ഈ സംസ്ഥാന കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ അതങ്ങനെ ഉണ്ടാവാതിരിക്കുവാൻ ഇത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുമല്ലോ. ഇനി ഈ കേരളത്തിൽ നീറ്റ് സ്കോർ അപ്ലോഡിങ് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതാണ് കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഹോം പേജിൽ എത്തുക. ദെൻ നീറ്റ് റിസൾട്ട് സബ്മിഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ നീറ്റിൻ്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഈ 3 കാര്യങ്ങൾ നൽകണം. അപ്പോൾ റോൾ നമ്പർ വേണം, ആപ്ലിക്കേഷൻ നമ്പർ വേണം, നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ആ നീറ്റ് സ്കോർ കാർഡ് കാണും. അത് നമ്മൾ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യുമ്പോൾ നമ്മളുടെ പേര്, നമ്മളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നീറ്റിലെ പെർസെൻറ്റേജ് സ്കോർ, ഓൾ ഇന്ത്യ റാങ്ക് ഉൾപ്പെടെ ഈ വിവരങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണമെന്നുള്ളത് പറഞ്ഞിരുന്നു അന്ന് റിലീസ് ചെയ്തപ്പോൾ, എന്നാൽ ജൂൺ 14 തീയതി. അപ്പോൾ ആ കാർഡ് വെച്ച് നമ്മൾ ഒത്തു നോക്കണം കേട്ടോ. ഇതിനുള്ളിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ആ കാർഡിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുമെല്ലാം ഓക്കെ ആണോ എന്നുള്ളതോ ആണ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ ശരിയാണ് എങ്കിൽ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നീറ്റ് റിസൾട്ട് സമർപ്പിക്കുന്ന നടപടിക്രമങ്ങൾ അവസാനിക്കുന്നത് വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മാത്രമാണ്. ഒരിക്കൽ കൂടി അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും എല്ലാം കൊടുത്ത് എല്ലാം കണ്ടു, വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ളത് കണ്ടു, പക്ഷെ അവിടെ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് അല്ലാതെ പോകും കേട്ടോ. അതുകൊണ്ട് അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് കിട്ടും കേട്ടോ. അത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന കാര്യം മറന്നേക്കരുത്. പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ഇതെല്ലാം സിസ്റ്റം ജനറേറ്റഡ് ആണ് കിട്ടുന്നത് എല്ലാം. നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു കാര്യത്തിന് തെളിവ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻ്റ് ഔട്ടാണ്. അതുകൊണ്ട് ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്ന കാര്യവും മറക്കാതെ ചെയ്യുക. ഇനി MCC കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഓൾ ഇന്ത്യ കോട്ടയിലെ 15% സീറ്റുകളിലേക്ക് ജമ്മു ആൻഡ് കാശ്മീർ അതിനുള്ളിൽ ഉൾപ്പെടുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളിലേക്കെല്ലാം ഇത് ഈ പറഞ്ഞതുപോലെ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എയിംസിലേക്കുള്ള എല്ലാം 100% സീറ്റും നമ്മളുടെ ഈ MCC വഴിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 100%, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി 100%, ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് കോട്ട 85% സ്റ്റേറ്റ് കോട്ടയും ഇതുവഴി തന്നെയാണ്. അതുപോലെ തന്നെ ജിമ്മർ 100% ESI കോട്ട, അതും MBBS, BDS, BSc നഴ്സിംഗ് അതെല്ലാം MCC കൗൺസിലിംഗ് വഴിയാണ്. MCC കൗൺസിലിങ്ങിൻ്റെ ടെനേറ്റീവ് ഫീസ് ഷെഡ്യൂളാണ്. ജനറൽ കാറ്റഗറിക്കാർക്ക് രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയാണ്. SC ST OBC അതിൽ 500 ആണ്. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഫീസ് 5000 ആണ് കേട്ടോ. ഇത് നോൺ റീഫണ്ടബിൾ ആണ്. ഇത് അടച്ചാൽ തിരിച്ച് കിട്ടാത്ത ഫീസ്. റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈ ഓൾ ഇന്ത്യ കോട്ട ജനറൽ കാറ്റഗറി, റിസർവ്ഡ് കാറ്റഗറി അവർക്കെല്ലാം 10000 രൂപ വെച്ചാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അത് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അത് 2 ലക്ഷം രൂപയാണ് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇപ്രകാരം അവിടെ ചെയ്യുമ്പോൾ ഈ കൗൺസിലിംഗ് പ്രോസസ്സിൽ ചില ഗൗരവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. വെറുതെ ചുമ്മാ അങ്ങ് ഓരോ കാര്യങ്ങൾ ആ ഷെഡ്യൂൾ പ്രകാരം നമ്മൾ ചെയ്തു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ
പിന്നീട് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം. അത് പിന്നീട് ആ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷം നമുക്ക് റീതിങ്ക് ചെയ്യാനുള്ള അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ വരും വയ്യായികളെല്ലാം നമ്മൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഈ പ്രോസസ്സിലേക്ക് പോവുക. അപ്പോൾ അതിലാദ്യം തിരിച്ചറിയേണ്ടത് MCCയുടെ കൗൺസിലിംഗ് സ്റ്റെപ്പുകളാണ്. ഏകദേശം ഇത് 7 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ രജിസ്ട്രേഷൻ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. രജിസ്ട്രേഷൻ എന്ന് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തു, പിന്നെ ആ രജിസ്ട്രേഷൻ ഫീസ് പറഞ്ഞത് അടയ്ക്കുക, അത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിലുള്ള അവസരം കിട്ടും. ഇതെല്ലാം ജൂലൈ 21-ാം തീയതി മുതലാകട്ടോ. ദെൻ ചോയ്സ് ഫില്ലിങ് കഴിഞ്ഞ് ചോയ്സ് ലോക്കിങ്. ചോയ്സ് ലോക്കിങ് കഴിഞ്ഞിട്ടാണ് റൗണ്ട്സ് ഓഫ് കൗൺസിലിംഗ് വരാൻ പോകുന്നത്. പല റൗണ്ട് കൗൺസിലിംഗ്, 4 റൗണ്ട് പറഞ്ഞു. റൗണ്ട് 1, റൗണ്ട് 2, ദെൻ റൗണ്ട് 3 മോപ്പപ്പ് റൗണ്ട്, റൗണ്ട് 4 സ്റ്റേ വേക്കൻസി കൗൺസിലിംഗ്. അതെല്ലാം കഴിഞ്ഞിട്ട് സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ദെൻ ഇനി അപ്ഗ്രേഡേഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നടത്താം ഒരു റൗണ്ട് കഴിഞ്ഞ്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഒരു കോളേജിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടി, അവിടെ പോയി ജോയിൻ ചെയ്യുക എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തെങ്കിൽ അവിടെ ആ കോളേജിൽ പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യവും അത് ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പോകുന്ന കാര്യവും കൊണ്ടുപോവേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കരുതേണ്ടത് എന്നുള്ളത് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. റൗണ്ട് 1 കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഫ്ലോ ചാർട്ട് വഴി ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവാം. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് MCCയുടെ ആ വെബ്സൈറ്റ് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? www.mcc.nic.in വെബ്സൈറ്റ് വഴി നമ്മൾ ഈ കൗൺസിലിങ്ങിൻ്റെ അത് ആ ലെഫ്റ്റ് സൈഡിലുണ്ട് കേട്ടോ. അവിടെ ആ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നിടത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ നടത്തി, പേയ്മെൻറ്റ് ഓഫ് ഫീസ് നടത്തി, അതോടൊപ്പം തന്നെ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആ രജിസ്ട്രേഷൻ ഫീസിനോടൊപ്പം തന്നെ അടയ്ക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരുങ്ങിയിരിക്കുക. പേരൻസിനോട് തലേ ദിവസം കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. തലേ ദിവസം ഇത്രയും രൂപ 10,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് റെഡിയാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ, അപ്പോൾ അതെല്ലാം ഒന്ന് കരുതി ഇരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ സബ്മിഷൻ ഓഫ് ചോയ്സസ്. ഇനി അതിൽ എന്തെങ്കിലും ചോയ്സ് ആദ്യം കൊടുത്തതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വ്യത്യാസം വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ അതിനുശേഷം ഫസ്റ്റ് റൗണ്ട് സീറ്റ് വരിക കേട്ടോ. ആ റൗണ്ട് 1 സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കോറിനെ അടിസ്ഥാനമാക്കി സീറ്റ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റ് അലോട്ടഡ്. ആ സീറ്റ് അലോട്ടഡ് കഴിയുമ്പോൾ ഇവിടെ ഒരു എസ് ഉണ്ട്. നമ്മൾ എസ് ആഫ്റ്റർ ദി റൗണ്ട് 1 എൻഡ്സ് ഫ്രഷ് രജിസ്ട്രേഷൻ ഫോർ റൗണ്ട് 2. അതായത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എസ് പറഞ്ഞു റിപ്പോർട്ട് ടു അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കംപ്ലീറ്റ് അഡ്മിഷൻ ഫോർമാലിറ്റി. ആദ്യ റൗണ്ട് നമ്മൾക്ക് കിട്ടിയ സ്ഥാപനത്തിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടേക്ക് അഡ്മിഷൻ എടുക്കാം, അങ്ങനെ ചിന്തിക്കുക. ഇനി അതല്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത റൗണ്ടിലേക്ക് പോയാൽ കുഴപ്പമില്ലല്ലോ, വേറെ ഇത്രയും കൂടെ മികച്ച സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്രയും കൂടെ നമ്മുടെ സ്റ്റേറ്റിനോട് അടുത്ത്, മറ്റ് സ്റ്റേറ്റിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇത്രയും കൂടെ നമ്മുടെ സ്റ്റേറ്റിനോട് അടുത്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെ, നോർത്ത് ഇന്ത്യയിൽ കിട്ടിയെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ വേണം, അപ്പോൾ അവിടുത്തെ റൗണ്ടിലേക്ക് പോകണം. അങ്ങനെയെങ്കിൽ ഫ്രീ എക്സിറ്റിനുള്ള അവസരം ഉണ്ട്. ഇനി അതല്ല, നമ്മൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നീട് അഡ്മിഷൻ ഉറപ്പിച്ചു, കിട്ടിയ സീറ്റല്ലേ അത് കളയണ്ട എന്നോർത്ത് നമ്മൾ ആ സീറ്റിൽ പോയി ജോയിൻ ചെയ്തു. എന്നിട്ട് മുന്നോട്ട് അടുത്ത റൗണ്ടിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ട്. ഇനി ആദ്യ റൗണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞു, രണ്ടാം റൗണ്ടിലേക്ക് വരേണ്ടവർക്ക് ഇനി ആദ്യ റൗണ്ടിൽ യാദൃച്ഛികമായിട്ട് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് വരിക, റൗണ്ട് 2 മുതലേ നമുക്ക് സാധിച്ചുള്ളൂ എന്ന് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ റൗണ്ട് 2-ൽ പുതിയ രജിസ്ട്രേഷനുള്ള അവസരമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി റൗണ്ട് 1-ൽ നിന്ന് ഫ്രീ എക്സിറ്റ് ചെയ്ത ആൾക്കാർ റൗണ്ട് 2-ലേക്ക് വരുമ്പോൾ ഫർദറായിട്ട് ഇനി ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തേണ്ടതില്ല. ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ഓഫ് റൗണ്ട് 1 നീഡ് നോട്ട് രജിസ്റ്റർ അഗെയിൻ. ആ കാര്യവും ശ്രദ്ധിക്കുമല്ലോ. ഇനി റൗണ്ട് 2-ൽ നമുക്ക് അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടി, അത് കഴിഞ്ഞിട്ട് അപ്ഗ്രഡേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ അലോട്ട് ചെയ്ത ആ സ്ഥാപനത്തിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടി ഉറപ്പിച്ച് അവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ അഡ്മിഷൻ കിട്ടിയ സ്ഥാപനത്തിൽ പഠിക്കാൻ നമ്മൾ ഡിസിഷൻ എടുത്തു എന്നുണ്ടെങ്കിൽ
ജൂലൈ 30 അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് MBBS പഠിക്കാനുള്ള സ്ഥാപനം ആയി. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടിയെങ്കിൽ, ഇഷ്ടത്തിനനുസരിച്ച് കിട്ടിയില്ല, അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് റൗണ്ട് 2 പ്രോസസ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റൗണ്ട് 2 പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഒരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ ആദ്യ റൗണ്ടിൽ അലോട്ട് ചെയ്തു. ആ കോളേജിൽ അലോട്ട് ചെയ്ത കോളേജ് കണ്ടപ്പോഴേ നമ്മുടെ മനസ്സിൽ തോന്നി ഇത് പറ്റത്തില്ല, അന്നേരം ഫ്രീ എക്സിറ്റ് കൊടുത്തേക്കണം. അതല്ല, അലോട്ട് ചെയ്ത കോളേജ് കുഴപ്പമില്ല, ഏതായാലും കിട്ടിയതല്ലേ, ഇനി അടുത്ത റൗണ്ടിൽ പോയാൽ കിട്ടാൻ സാധ്യത കുറവാണ്, ഈ കിട്ടിയത് തന്നെ മതി, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ കിട്ടിയ കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം ഫർദർ റൗണ്ടിലേക്ക് അത് അപ്ഗ്രേഡ് ചെയ്യുവാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനും യാതൊരു തടസ്സവുമില്ല എന്നുള്ളതായിരുന്നു നമ്മൾ അവിടെ കണ്ടത്. ഇനി റൗണ്ട് 2 വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റൗണ്ട് 2 ആണ്. ഫ്രഷ് രജിസ്ട്രേഷൻ അത് നടത്താൻ പറ്റും. ചോയ്സ് ഫില്ലിംഗ്, ഫ്രഷ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 1000 രൂപ അടച്ച് പുതിയ രജിസ്ട്രേഷൻ ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കുള്ളതാണ് പറഞ്ഞത്. ചോയ്സ് ഫില്ലിംഗ് എല്ലാം ഫസ്റ്റ് റൗണ്ട് പോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. ഇനി ആദ്യ റൗണ്ടിൽ പങ്കെടുത്ത ആൾക്കാർ ചോയ്സസ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കരുതി ഇരിക്കരുത് കേട്ടോ. അവർ റൗണ്ട് 2 വേണ്ടി വീണ്ടും ചോയ്സ് ഫില്ലിങ് നടത്തുന്ന കാര്യം അത് ശ്രദ്ധിക്കുമല്ലോ. സെക്കൻഡ് റൗണ്ട് സീറ്റ് അലോട്ട്മെൻറ്റ് നടത്തി. അപ്പോൾ റൗണ്ട് 2 സീറ്റ് അലോട്ട്മെൻറ്റ് നടക്കുക. ഇഫ് അപ്ഗ്രേഡഡ് ദെൻ കാൻഡിഡേറ്റ് മസ്റ്റ് റിലീവ് ഫ്രം റൗണ്ട് 1 കോളേജ് ആൻഡ് ജോയിൻ റൗണ്ട് 2 അലോട്ടഡ് കോളേജ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. റൗണ്ട് 1 ഒരു കോളേജിൽ നമ്മൾ അലോട്ട് ചെയ്യപ്പെട്ടു, എന്നിട്ട് റൗണ്ട് 2 നമ്മൾ അപ്ഗ്രഡേഷന് കൊടുത്തിരുന്നു. അപ്പോൾ റൗണ്ട് 2 വന്നപ്പോൾ അതിൻ്റെ സീറ്റ് അലോട്ടഡ് റിസൾട്ട് വന്നപ്പോൾ നമുക്ക് വേറൊരു കോളേജിൽ കിട്ടി. അപ്പോൾ അതിലേക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കോളേജിലെ സീറ്റ് ക്യാൻസൽ ചെയ്യുന്ന കാര്യം മറക്കരുത്, അങ്ങനെയുള്ളവർ. ഇനി റൗണ്ട് 2 സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ, സെക്കൻഡ് റൗണ്ടിൽ ഫ്രഷായിട്ട് വന്നവരും ആദ്യത്തെ റൗണ്ടിൽ കോളേജിലൊന്നും പോകാത്തവരുമായിട്ടുള്ളവർ, അവർ സീറ്റ് അലോട്ടഡ് ഇൻ റൗണ്ട് 2 ബട്ട് നോട്ട് റിപ്പോർട്ടഡ്, നോട്ട് ജോയിൻഡ്. റൗണ്ട് 2 നമ്മൾ വെച്ച ചോയ്സസിൽ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്ത് തന്നു, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ ആ കോളേജിൽ ജോയിൻ ചെയ്യാതെ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അത് ഫോർഫീറ്റഡ്, കണ്ടുകെട്ടും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തിരികെ കിട്ടത്തില്ല. ആ ഒരു തലത്തിലാണ് അവിടെ അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. റിപ്പോർട്ട് ടു അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കംപ്ലീറ്റ് അഡ്മിഷൻ ഫോർമാലിറ്റീസ്, ക്യാൻ അപ്ഗ്രേഡ് ബട്ട് കനോട്ട് റിസൈൻ. അവിടെ ഒരു കാര്യം, ഈ റൗണ്ട് 2 ജോയിൻ ചെയ്തതിന് ശേഷം അവിടുന്ന് പിന്മാറാൻ പറ്റത്തില്ല ആ സ്ഥാപനത്തിൽ നിന്ന്, പക്ഷെ അവിടെ നിന്നുകൊണ്ട് അപ്ഗ്രഡേഷൻ നടത്താൻ സാധിക്കും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്ഗ്രഡേഷൻ നടത്താൻ സാധിക്കും. ഓക്കെ. ഇനി റൗണ്ട് 2 കിട്ടിയ സീറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല. കാൻഡിഡേറ്റ്സ് ഈസ് എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ, അതായത് ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടാത്ത അങ്ങനെ ഒരു സാഹചര്യം, ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞു, സീറ്റ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ്. ഫർദർ റൗണ്ടിലേക്ക് നമ്മൾ മാറുന്നു. ദെൻ അവിടെ എക്സിറ്റ് കൊടുത്ത് അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവുക. റൗണ്ട് 3 നമ്മൾ പോകുന്നു. റൗണ്ട് 3 വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് ഫ്രഷ് രജിസ്ട്രേഷനുള്ള അവസരം. ദെൻ ചോയ്സ് ഫില്ലിംഗ് ഫോർ റൗണ്ട് 3 അത് വീണ്ടും നടത്തണം. റൗണ്ട് 2 കൊടുത്തെന്നും പറഞ്ഞ് റൗണ്ട് 3 കൊടുക്കാതിരിക്കരുത്, അത് ഫ്രഷായിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടതുണ്ട്. പിന്നെ റൗണ്ട് 3 നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എലിജിബിൾ അടുത്ത റൗണ്ടിലേക്ക് സ്ട്രേ വേക്കൻസിയിലേക്ക് നമ്മൾ മാറും. റൗണ്ട് 4 നമ്മൾ മാറും. ഇനി നമുക്ക് റൗണ്ട് 3 സീറ്റ് അലോട്ട് ചെയ്തു, അങ്ങനെ വരുന്ന ഒരു സാഹചര്യം, സീറ്റ് അലോട്ടഡ് ആൻഡ് ഡസ് നോട്ട് ജോയിൻ, അങ്ങനെ വരുമ്പോൾ എക്സിറ്റ് വിത്ത്, ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഫോർ ഫ്യൂച്ചർ അത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ എലിമിനേഷൻ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്സ് ഓഫ് കൗൺസിലിംഗ്. അതായത് റൗണ്ട് 3 സീറ്റ് അലോട്ട് ചെയ്തു, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ കിട്ടില്ല, 1. 2, ലാസ്റ്റ് ഒരു റൗണ്ടും കൂടെ ഉണ്ട്, ആ റൗണ്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയില്ല എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി റൗണ്ട് 3 അലോട്ട് ചെയ്ത സീറ്റ്, ആ സീറ്റിലേക്ക് നമ്മൾ അഡ്മിഷൻ കാര്യങ്ങൾ എടുത്തു, ആ ഫോർമാലിറ്റീസിലേക്ക് പോയി, അലോട്ടഡ് സീറ്റിൽ ജോയിൻ ചെയ്തു. അങ്ങനെയുള്ള കുട്ടികൾക്ക്
ആ സീറ്റ് റൗണ്ട് 3-യിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ MBBS സീറ്റ്. പിന്നെ അപ്ഗ്രഡേഷൻ ഇല്ല. റൗണ്ട് 3-ക്ക് ശേഷം അപ്ഗ്രഡേഷൻ ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്തു മാറാനും അത് സാധ്യമല്ല എന്നുള്ളതും ശ്രദ്ധിക്കുമല്ലോ. ഇനി ഇഫ് അപ്ഗ്രേഡഡ് ദെൻ കാൻഡിഡേറ്റ് മസ്റ്റ് റിലീവ് ഫ്രം, അതാദ്യം പറഞ്ഞതുപോലെ റൗണ്ട് 2 കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു, അപ്ഗ്രഡേഷൻ കൊടുത്ത് റൗണ്ട് 3 നമുക്ക് വേറൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിൽ അവിടുത്തേത് ക്യാൻസൽ ചെയ്ത് പുതിയ കോളേജിലേക്ക് മാറുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി ലാസ്റ്റ് റൗണ്ട് സ്ട്രേ റൗണ്ട്, ഫ്രഷ് രജിസ്ട്രേഷൻ, അതോടെ ചോയ്സ് ഫില്ലിങ്, സീറ്റ് അലോട്ടഡ് അതായത് സ്ട്രേ റൗണ്ടിൽ നമ്മൾ ആ പ്രോസസ്സിൽ പങ്കെടുത്ത് എന്നിട്ട് നമുക്ക് സീറ്റ് കിട്ടിയ സീറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കിട്ടില്ല, തിരികെ കിട്ടില്ല. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡീബാർഡ് ഫോർ നെക്സ്റ്റ് 1 ഇയർ നീറ്റ്. അടുത്ത വർഷം നീറ്റ് പരീക്ഷയിൽ നിന്ന് ഡീബാറിംഗ് ആണ്, നമ്മൾക്ക് എഴുതാൻ സാധിക്കത്തില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഇനി അലോട്ട് ചെയ്ത സീറ്റിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സീറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത സീറ്റിൽ നിന്ന് പിന്നെ റിസൈൻ, കാരണം എല്ലാ പ്രോസസ്സും അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെല്ലാവരും നമുക്ക് 2025 നീറ്റ് സ്കോറിൽ ആ സ്കോറിനെ അടിസ്ഥാനമാക്കി ഓൾ ഇന്ത്യ റാങ്ക്, ആ റാങ്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കൗൺസിലിംഗ് പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. 1-ാം റൗണ്ട് കഴിഞ്ഞു, നമുക്ക് കിട്ടിയില്ല, വിഷമിക്കരുത്. നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഫർദർ റൗണ്ടുകളിലേക്ക് നമ്മൾ പോവുക. ഓക്കെ, ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ വർഷത്തെ നീറ്റ് സ്കോറും മുൻ വർഷത്തെ നീറ്റ് സ്കോറും തമ്മിൽ കമ്പയർ ചെയ്ത് മുൻ വർഷങ്ങളിൽ ഓരോ സ്കോറിന് കറസ്പോണ്ടിങ് കിട്ടിയ സ്ഥാപനങ്ങൾ അതിൻ്റെ കട്ട് ഓഫ് മറ്റു കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വർഷം 500-ഉം 490-ഉം 480-ഉം 450-ഉം കിട്ടിയ കുട്ടികളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക. നമുക്ക് സാധ്യതകൾ ഉണ്ട് പല തലങ്ങളിൽ. ആ സാധ്യതകൾ നഷ്ടപ്പെടാതെ ഓരോ റൗണ്ട് കൗൺസിലിങ്ങും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി നമ്മളുടെ കൗൺസിലിംഗ് പ്രോസസ്സൊക്കെ നടപടികൾ കഴിഞ്ഞു, നമ്മൾ സീറ്റ് ഒരു കോളേജിൽ കിട്ടി, നമ്മൾ ആഗ്രഹിച്ച കോളേജ് കിട്ടി എന്നുണ്ടെങ്കിൽ ആ സീറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് സീറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ ജോയിനിങ് ലെറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ടഡ് കോളേജിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒന്ന് ജോയിനിങ് ലെറ്റർ ഉണ്ടാവണം, നീറ്റ് അഡ്മിറ്റ് കാർഡും സ്കോർ കാർഡും ഉണ്ടാവണം, ക്ലാസ് 10ൻ്റെയും +2-ൻ്റെയും മാർക്ക് ഷീറ്റ് ഉണ്ടാവണം, ഒറിജിനലും ഉണ്ടാവണം, അതിൻ്റെ കോപ്പീസും ഉണ്ടാവണം, ID പ്രൂഫ് ഉണ്ടാവുക, ഡൊമൈസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യാനുസരണം അതിൽ കയ്യിൽ കരുതുക, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് ആ കാറ്റഗറി ബേസ് ചെയ്തുള്ളവർ അത് കരുതുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കരുതുക. ഇനി ജോയിനിങ് ടൈമിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ജോയിനിങ് ലെറ്ററിൽ മെൻഷൻ ചെയ്ത എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതും കയ്യിൽ കരുതുക. ദെൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ അടയ്ക്കേണ്ട ഫീസ്, മറ്റു കാര്യങ്ങൾ നമ്മൾ അടയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് സീറ്റ് അലോട്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെയുള്ളത് FMCയുടെ കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. FMC ഹാസ് ഇസ് അഡ്മിഷൻ പ്രോസസ് ആൻഡ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി റെഗുലർ നീറ്റ് കൗൺസിലിംഗ് ഡൺ ബൈ MCC. സ്റ്റുഡൻസ് നീഡ് ടു അപ്ലൈ സെപ്പറേറ്റ്ലി ഫോർ അഡ്മിഷൻ ടു FMC. FMCയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ FMCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നാൽ ഈ MCCയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം, അത് നിർബന്ധമാണ്. ടു ഷോ യുവർ ഇൻട്രസ്റ്റ് ഇൻ FMC അഡ്മിഷൻ. അപ്പോൾ MCC പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം മറക്കരുത് FMCയിലേക്ക്. പക്ഷേ നടപടിക്രമങ്ങളൊക്കെ പിന്നീടുള്ള പ്രോസസ്സുകളും പ്രൊസീജിയേഴ്സ് എല്ലാം നടത്തുന്നത് FMC. അവിടെ ഇൻ്റർവ്യൂ ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആവണം അതിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനിയുള്ളത് നമ്മുടെ PWD കാറ്റഗറി, PH കാറ്റഗറി അവർക്ക് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ കേരള എൻട്രൻസ് പരീക്ഷാ
കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള മെഡിക്കൽ ബോർഡ് 2025 ജൂലൈ 16 ഈ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 23 തീയതി വരെയാണ് കേട്ടോ. അത് നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അവിടെ വെച്ച് ഇത് ടെസ്റ്റ് ഒരിക്കൽ കൂടി നടത്തുന്ന ഫിസിക്കലി ആ വെരിഫിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. PWDയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ആ പെർസെൻറ്റേജിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ മറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺഫർമേഷൻ വെരിഫിക്കേഷൻ നടത്തുന്നത് ഇവിടുത്തെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിൻ്റേത്. അപ്പോൾ അങ്ങനെ ആ വിഭാഗത്തിലുള്ള ആൾക്കാർ ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്നുള്ളത് ഒരിക്കൽ കൂടി ഉറപ്പ് വരുത്തുക. അത് നമുക്കറിയാമല്ലോ, മിനിമം 40% വേണമെന്നുള്ളതും നമുക്ക് അറിയാം. ഇനി ആരെങ്കിലും അത് മറന്നുപോയി ചെയ്യാതെ പോയി അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ 23 തീയതി വരെ അവസരം ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ NRI കോട്ടയിൽ നമ്മൾ ആപ്ലിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിലെന്തെങ്കിലും അപാകതകൾ പരിഹരിക്കാനുള്ളവർക്ക് തീയതി എക്സ്റ്റെൻഡ് ചെയ്ത കാര്യം അത് 21 തീയതി വരെ അതിനുള്ള അവസരം, മറ്റന്നാൾ 21 തീയതി വരെ അതിനുള്ള അവസരം ഉണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷനും കൂടി നമ്മളുടെ കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കൗൺസിലിംഗ് പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സിൽ കൂടെ വന്ന് ഏറ്റവും അവസാനം സീറ്റ് കിട്ടി ദെൻ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കരുതേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്തു. ഇതേപോലെ ഇനിയും മുന്നോട്ട് ഈ കൗൺസിലിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ നീറ്റുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും രീതിയിലുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻ, അതിലുള്ള അപ്ഡേഷൻ മറ്റു കാര്യങ്ങൾ ദർശന അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി ലഭ്യമാക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.